അസ്സലാമലൈക്കും. എല്ലാവർക്കും നമസ്കാരം. സൈദൽ ബി ചെർപ്പളശ്ശേരിയുടെ പ്രിയപ്പെട്ട ഹബീബികൾ, ഇന്ന് നമ്മൾ പുതിയൊരു സ്ഥലത്താണ്. പുതിയൊരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൈവേ അല്ലേ? ഏത് ഹൈവേ? കോയമ്പത്തൂരിൽ നിന്ന് തൃശ്ശൂർ പോകുമ്പോൾ വടക്കഞ്ചേരി ഹൈവേന്ന് 5 കിലോമീറ്റർ മാറിയിട്ട് പുളിങ്കൂട്ടം. പുളിങ്കൂട്ടം ടൗണിൽ നിന്ന് നമുക്ക് ദൂരം വരുന്നത് കറക്റ്റ് 500 മീറ്റർ നിറയെ വീടുകളുള്ള ഏരിയ. അവിടെയാണ് നമുക്ക് എന്റെ പുറകിൽ കാണുന്ന 8 സെന്റ് സ്ഥലം. അതുപോലെ തന്നെ 1400 സ്ക്വയർ ഫീറ്റ്, മുകളിലും താഴെയായിട്ട് 4 ബെഡ്റൂം, അടിച്ചാപ്പൊളി ബെഡ്റൂം, സൗകര്യങ്ങളുള്ള നല്ല ഫിനിഷിംഗ് ഉള്ള വീട്. വെറും വില കുറവാണ്. എത്രയാണെന്ന് അറിയോ? 40 ഇല്ല, 39 ഇല്ല, 38 ഇല്ല. വില ലാസ്റ്റ് പറയാം ഇൻഷാ അള്ളാ. അപ്പൊ നമുക്ക് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ കിടക്കാം. അപ്പൊ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ, ഇതിന്റെ 4 പുറമുള്ള വീടുകളെ കാണുന്നുണ്ട്. പരിസരവാസികളുടെ വീടുകളെ കാണുന്ന നല്ല VIP ഏരിയ, നല്ല ഏരിയ കേട്ടോ. എല്ലാം നല്ല കിടിലൻ വീടുകളാണ് ഈ ഭാഗത്തുള്ളത്. പുളിങ്കൂട്ടം എന്ന സ്ഥലത്തിന്റെ പേര് അല്ലെ? പുളിങ്കൂട്ടം അല്ലേ? പുളിങ്കൂട്ടം. പുളിങ്കൂട്ടം എന്ന് പറഞ്ഞത് നമ്മുടെ കോയമ്പത്തൂരിൽ നിന്ന് തൃശ്ശൂർക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ എറണാകുളത്തേക്ക് പോകുമ്പോൾ ആലത്തൂര് കഴിഞ്ഞ് വടക്കഞ്ചേരി ടൗണിൽ നിന്ന് 5 കിലോമീറ്റർ മാറിയിട്ടുള്ള നല്ല VIP ഏരിയയിലാണ് നമ്മൾ കാണുന്ന വീട്. ഈ വീടുകളുടെ ഇടയിൽ ഇതുപോലെ ഇതിലും ഭംഗിയുള്ള നല്ല അടിച്ചാപ്പൊളി വീട്. ഇതൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് വീടുകളാണ്. അതുപോലെ തന്നെ നല്ല വീട്, ഈ കാണുന്ന വീട് നല്ല പ്രോപ്പർട്ടി കേട്ടോ. അപ്പൊ നമുക്ക് വീടിന്റെ പരിസരം കാണൽ കഴിഞ്ഞു കേട്ടോ. വീടിന്റെ പരിസരം കാണൽ കഴിഞ്ഞു. ഉള്ളിലേക്ക് കിടക്കാണ്. ഉള്ളിലേക്ക് കിടക്കുമ്പോ തന്നെ നല്ല മാവ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ സൈഡൊക്കെ നല്ല മാവ് കാര്യങ്ങൾ എല്ലാ സൗകര്യമുണ്ട്. നല്ല വിശാലമായ മിറ്റുണ്ട്. 2 വണ്ടിക്ക് 3 വണ്ടിക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. 2-3 വണ്ടിക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഈ ഭാഗത്ത് കൂടെ ഒക്കെ ഇതാടോ ഒക്കെ തൊട്ട് വീടുകൾ, നല്ല VIP ഏരിയ. നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ഞാൻ പറയാറുണ്ട് എപ്പോഴും, നല്ല പ്രോപ്പർട്ടി കാണിച്ചു തരിക, അതോ നല്ല വില കുറവായിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഈ ഭാഗമൊക്കെ നിങ്ങൾ കാണൽ കഴിഞ്ഞു. പക്ഷെ നമുക്ക് ഇനി ബാക്ക് സൈഡ് ഒന്ന് കാണണം. ബാക്ക് സൈഡ് കാണണമെങ്കിൽ ഇതിലേ പോകണം കേട്ടോ. ബാക്ക് സൈഡിലേക്ക് പോവാ, ഇതിലേ പോവാം. ഇവിടെ പൈപ്പ് കണക്ഷനാണ്, വെള്ളം പൈപ്പ് കണക്ഷൻ ഉണ്ട്. അത് കാണിച്ചു കൊടുത്താൽ മുന്നിൽ ഇറങ്ങുന്നിടത്തിന് പൈപ്പ് കണക്ഷന്റെ വെള്ളം ഉണ്ട്, അതൊന്ന് കാണിച്ചു കൊടുക്ക്. നല്ല അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിൽ തന്നെ കോയൽ കിണറുണ്ട് കേട്ടോ. നല്ല കോയൽ കിണറുണ്ട്, എല്ലാ സൗകര്യമുണ്ട്. ഇപ്പൊ ഇതിനെ കുറച്ച് വറവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ വഴിക്ക് നമുക്കേ കണക്കണ്ടാച്ചിട്ടാണ്. അപ്പൊ ബാക്ക് വശം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഒരു അതിര് വരുന്നത് കേട്ടോ. മതിലുണ്ട്, 4 പുറം മതിലുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം. കാരണം എന്താ പറയുക, അവനാന്റെ ബൗണ്ടറി ക്ലിയർ ആണല്ലോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ ബാക്കിലേക്ക് ഒന്ന് പോവാം നമുക്ക്. എന്റെ ചാനൽ കാണുന്നവർ എല്ലാ ഭാഗവും കാണണം കേട്ടോ. നോമ്പിന് ഇൻഷാല്ലാ റംസാന്റെ മുമ്പേ പെര വാങ്ങിക്കോളി. എന്നാ നമുക്കേ മുരിങ്ങന്റെ ഇല കിട്ടി കേട്ടോ. റംസാന് മുമ്പായിട്ട് കച്ചവടം ചെയ്യേണ്ട പേരാണ്. ശരി, ഇതിൽ വന്നു കഴിഞ്ഞാൽ ബാക്കിലേക്കും സ്ഥലം ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നതിൽ സ്ഥലം ലേശം അല്പം കൂടുതലുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം എന്താ പറയുക, ബാക്കിലേക്കും അത്യാവശ്യം സ്ഥലമുണ്ട്. 8 എന്നുള്ള 8 9 ഉണ്ടോ സംശയമുണ്ട്. പക്ഷെ നമുക്കിപ്പോ എന്തായാലും നമ്മൾ പറഞ്ഞിട്ട് 8ആണ്. ഒരു 8.5 സെന്റിന്റെ ലുക്കൊക്കെ കാണാനുണ്ട് കേട്ടോ. ബാക്കിലും അതുപോലെ വീടുകളാട്ടോ. നല്ല VIP വീടുകളാണ് കേട്ടോ. നല്ല ഏരിയയാണ്. എല്ലാ വിഭാഗക്കാർക്കും താമസിക്കാൻ അനുയോജ്യമായ സ്ഥലം കൂടിയാണ്. കണ്ടോ ബാക്ക് സൈഡ് കണ്ടോളൂ നിങ്ങൾ കേട്ടോ. വീടിന്റെ ബാക്ക് ഒന്ന് കാണിച്ചു കൊടുക്ക്. ബാക്ക് കാണിച്ചു കൊടുക്ക് കേട്ടോ. മുകളിൽ നല്ല അടിപൊളി റൂമുണ്ട്, താഴെ നല്ല അടിപൊളി റൂമുണ്ട്. ടൈൽസ് ഒക്കെ ഇട്ട് നല്ല ഭംഗിയിൽ തന്നെയാണ്. അപ്പൊ നമ്മൾ ബാക്ക് കാണൽ കഴിഞ്ഞു. ഇനി നമുക്ക് വീടിന്റെ ഉള്ളിലേക്കൊന്ന് പ്രവേശിക്കാം. അതുപോലെ തന്നെ നമുക്ക് ബാക്കിൽ ഇവിടെ ഒരു തേക്ക് ഉണ്ട് കേട്ടാ. അതിന്റെ പുറമെ അവിടെ പ്രാവും കൂടോ കോഴിക്കൂടോ എന്തൊക്കെ കാണാനുണ്ട്. പിന്നെ ഇതിലുള്ളത് ഓമക്കായ ഉണ്ട് കേട്ടാ. ഓമക്കായ ഉണ്ട്. അങ്ങനെ എല്ലാം ഉണ്ട് ഇതില്. ഒന്നുണ്ട്, ഒന്നും ഇല്ലായൊന്നുമില്ല. കുഴപ്പമില്ല. അവിടെ പ്ലാവ് ഉണ്ടാ? ആ പ്ലാവ് ഇതിൽ പെട്ടല്ലേ? ഏതൊക്കെ ഏതിലാണ്? അപ്പൊ നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ മതില് നല്ല കെട്ടിയിട്ടുണ്ട്. ഇനിയും ഫ്രണ്ടിലേക്ക് വരും. അപ്പൊ ഇനി നമുക്ക് വീട്ടിന്റെ ഉള്ളിലേക്ക് ഒന്ന് പ്രവേശിക്കണം. അവിടെ നല്ല സിറ്റ് ഔട്ട്, അടിപൊളി സിറ്റ് ഔട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പുളിങ്കാവ് എന്ന സ്ഥല പേര് പറയാം. പുളിങ്കൂട്ടം കേട്ടോ. പുളിങ്കാവും പുളിങ്കൂട്ടം ഉണ്ട്. അവിടെ പുളിങ്കൂട്ടം കേട്ടോ. പള്ളി മദ്രസ കൂടെ അടുത്തുണ്ടോ? കുറച്ചപ്പുറം അല്ലേ? 1 കിലോമീറ്റർ ഉണ്ടാവും. ആയിക്കോട്ടെ. അപ്പൊ എല്ലാ സൗകര്യം ഉണ്ട് കേട്ടോ. പള്ളി മദ്രസ കുറച്ചാണ് വിട്ടിട്ടേ ഉള്ളൂ. ബാക്കി സൗകര്യങ്ങളൊക്കെ ഉണ്ട്. സ്കൂളൊക്കെ ഇവിടെ അടുത്തില്ലേ? എത്ര അടുത്തുണ്ട്? 1 കിലോമീറ്ററിന്റെ ഉള്ളിൽ എല്ലാം ഉണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ കാണാം. നല്ല വാതിൽ, നല്ല ജനലാണ്. 2 കള്ളി ജനല്, നല്ല വലിയ ജനലാട്ടോ. നല്ല 2 കള്ളി ജനല് കാര്യങ്ങളൊക്കെയാണ്. ഡോറ് കണ്ടാ, സൂപ്പർ ഡോറ്. ഇതൊന്നും വിൽക്കാൻ വേണ്ടിയിട്ട് കയറ്റി വെക്കുന്ന ഡോറുകളല്ല, മനസ്സിലായില്ലേ? നല്ല അടിപൊളി ഡോറ്. വിശാലമായ വലിയ ഹാളാണ്, ചെറുതാണെന്നല്ല, നല്ല വലിയൊരു ഹാളാണ് കണ്ടോ. TV സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നല്ല ഇതിൽ തന്നെയാണ്. നല്ല വലിപ്പമുള്ള എന്താ പറയാ കണ്ടോ, നല്ല വലിയൊരു ഹാളാണ്. അപ്പൊ ഈ ഹാളിൽ നിന്ന് തന്നെ നമുക്ക് ആദ്യം ഒരു ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു നോക്കാം. ഇവിടെ ഒരു ബെഡ്റൂം കാണാനുണ്ട്. ഇത് നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. അത്യാവശ്യം നല്ല സൗകര്യമൊക്കെ ഉണ്ട്. ഒരു മേശ, ഒരു കട്ടില്, ഒരു അലമാര കെട്ടാൽ പിന്നെ സ്പേസ് ബാക്കിയുണ്ട് കേട്ടോ. ആ മുകളിലൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക്. റാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്.
നമ്മുടെ ചാനൽ കാണുമ്പോൾ കണ്ടുവരുന്നവർക്കാണ്. കാരണം ചിലപ്പോ ഇത് ഇവിടെ വന്ന് നോക്കാതെ തന്നെ അഡ്വാൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ടേ. അപ്പൊ അവർ വന്ന് കാണുമ്പോൾ ഇതേപോലെ തന്നെയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ ബെഡ്റൂം അതിന് താഴ്ചത് കോമൺ ബാത്റൂം കേട്ടോ. യൂറോപ്യൻ ക്ലോസറ്റ് ഒക്കെ ഇട്ടിട്ടെന്ന് വെച്ചത് കോമൺ ബാത്റൂം ആണ്. യൂറോപ്യൻ ക്ലോസറ്റ്. ഈ റൂം ഒരു പന്തളിക്കുള്ള റൂമുണ്ട്. പന്തളിക്കുള്ള വലിപ്പമുണ്ട് കേട്ടാ. ചെറിയ കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നല്ല പന്തളിക്ക കേട്ടോ. 16x12 എന്തോ വലിപ്പമുണ്ട്. നല്ല വലിയ റൂമാ. റാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല വലിപ്പമുണ്ട്. നല്ല വലിയ കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഈ 2 റൂം കാണേണ്ടി കഴിഞ്ഞു. പിന്നെ ഇവിടെ നമുക്ക് സ്പേസ് ഉണ്ട് കേട്ടോ. ഇവിടെ വാഷ് സ്പേസ് ഒക്കെ വേണമെങ്കിൽ വെക്കാം കേട്ടോ. അതിനുള്ള സൗകര്യം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഹാളിൽ നിന്ന് നമ്മൾ മുകളിലേക്കുള്ള വഴി ഇത് കണ്ടോ. നല്ല സീലിൻ്റെ അതൊക്കെ വെച്ചിട്ട് കയറാൻ വേണ്ടി. ഇനി നമ്മൾ കിച്ചണിലേക്ക് കിടക്കണം. കിച്ചണിൽ കടന്നു കഴിഞ്ഞാൽ എന്താ പറയുക, ഇവിടെ നമ്മൾ ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഒരല്പ സ്ഥലം ഷീറ്റ് ഇട്ടിരിക്കുകയാണ്. കാരണം എന്താ പറയുക, വീട്ടിൽ നല്ല സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാം. വാർക്കണമെങ്കിൽ വാർക്കാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ നമുക്ക് ഷീറ്റ് ആയിട്ടാണ് ഈ അടുക്കള. അതുപോലെ തന്നെ വലിയൊരു ഹാള്, ഡൈനിങ് ഹാള് ഇത് കേട്ടോ. ഇവിടെ ഡൈനിങ് ഹാള്, വാഷ് സ്പേസ്, അതുപോലെ തന്നെ ഇവിടെ റൂമുണ്ട്, ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ എല്ലാവരും നോക്കേണ്ട എത്രയെന്നറിയോ, വെറും 37.5 ലക്ഷം രൂപയ്ക്കാണ് നിങ്ങൾക്കിത് സ്വന്തമായിട്ട് കിട്ടാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ അടുക്കളയിൽ ഇവിടെ ലൈറ്റ് കുറവാണ്. ഇനി നമുക്ക് മേലേക്ക് പോവാം. മേലെ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് കാണാം. എല്ലായിടത്തും ടൈൽസ് ഇട്ടിട്ടുണ്ട്. ഇങ്ങോട്ട് പോരി. ഇവിടെ നമുക്ക് ഇവിടെയാണ് ഒരു ബെഡ്റൂം. അടിച്ചാപ്പൊടി കേട്ടോ. നല്ല അടിച്ചാപ്പൊളി ബെഡ്റൂം. ഇവിടെ ഒരു ബെഡ്റൂം, അതിനോട് ചേർത്ത് ഒരു അലമാര ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ബാത്റൂം ഉണ്ടല്ലോ. അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടാണ്. അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടാണ്. ബാത്റൂമിൽ ലൈറ്റ് ഇല്ലേ? ഉണ്ട്. ബാത്റൂം ഒന്ന് കാണിച്ചു കൊടുത്താ. അറ്റാച്ച് ബാത്റൂം കാര്യങ്ങൾ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ റൂം കാണൽ കഴിഞ്ഞു. പക്ഷെ ഇനി ഒരു ഓപ്പൺ ടെറസ് അതൊന്ന് കാണിച്ചു തരാം. കാരണം എന്താ പറയുക, അതുകൂടി കാണിച്ചു തന്നാലേ പിന്നെ നമുക്ക് ഇനി ഒരു റൂമും ബാൽക്കണിയാണ്. ഇതാ ഓപ്പൺ ടെറസ്. അതൊന്ന് കാണിച്ചു കൊടുത്താ. 4 പുറം വീടുകളെ കണ്ടില്ലേ ഹബീബിങ്ങളെ. നല്ല അടിച്ചാപൊളി വീട്. ഇവിടേക്ക് ഈ വിലക്ക് കിട്ടുക തന്നെ പറഞ്ഞാൽ ഭയങ്കര തന്നെ. ഒരു 37.5 ലക്ഷം കേട്ടോ. 37.5 ലക്ഷം വിലക്ക് എങ്ങനെ പറയണെന്തിനാന്നറിയോ, ലാസ്റ്റ് വരെ നിങ്ങളെ നീക്കി കൊണ്ടാണ് വെച്ചിട്ടാ. ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്യും. എന്നിട്ട് മതി അതിനുള്ള മുതലുണ്ടോ ഇല്ല എന്നൊക്കെ നോക്കിയിട്ട് കേട്ടോ. ഇത് രണ്ടാമത്തെ റൂം. മുകളിലെ റൂം രണ്ടാമത്തത്. അടുത്തത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ബാൽക്കണി. ഹബീബിങ്ങൾ കാണണം കേട്ടോ. എന്താണ് ബാൽക്കണി, നല്ല വലുപ്പം, നല്ല സൗകര്യം, തൊട്ട് വീടുകൾ കാര്യങ്ങൾ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ എന്താ പറയുക, സ്ഥലപ്പേര് പറഞ്ഞത് പൂളിങ്കോട്ടം. അപ്പൊ പൂളിങ്കോട്ടം എന്ന് പറഞ്ഞ സ്ഥലമാണിത്. നിറയെ വീടുകൾ ചുറ്റും ഒക്കെ 8 സെന്റ് 10 സെന്റ് 5 സെന്റ് 6 സെന്റിലൊക്കെ വീടുകൾ. ഇവിടെ നിറയെ വീടുകളുണ്ട്. നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഇതിന്റെ പരിസരമൊക്കെ. അപ്പൊ ഈ പുളിങ്കൂട്ടം ടൗണിൽ നിന്ന് നമുക്ക് 400-500 മീറ്ററാണ് ദൂരം. മാത്രമല്ല നമുക്ക് ഹൈവേന്ന്, അതായത് നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് നമ്മുടെ റോബിൻ ബസ് പോകുന്ന റൂട്ടാണ്. റോബിൻ ബസ്സിലൊക്കെ വന്നിട്ട് കഴിഞ്ഞാലേ പത്തനംതിട്ടയിൽ നിന്ന് നേരിട്ട് ഇങ്ങോട്ട് ആൾക്കാർക്ക് വരാം. റോബിൻ ബസ്, വിവാദ ബസ് കേട്ടില്ലേ? ആ ബസ്സിന് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് 5 കിലോമീറ്ററാണ് ഹൈവേ എന്നുള്ള ദൂരം. പള്ളി മദ്രസ 1 കിലോമീറ്റർ പോകണം. അമ്പലം കാര്യങ്ങളൊക്കെ ഇതിന് 1/2 കിലോമീറ്റർ ചുറ്റളവില്. സ്കൂൾ ഇതിന്റെ പരിസരങ്ങളിലൊക്കെ ഉണ്ട്. അപ്പൊ സ്കൂൾ ഉണ്ടാവില്ല, ഇത്രയും വീടുകൾക്ക് ഇത്രയും ആൾക്കാരുണ്ടാവും. ഇവർക്കൊക്കെ സ്കൂൾ പോകുന്ന കുട്ടികളുണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഒക്കെ. അപ്പൊ ഇവിടുത്തെ കുട്ടികൾ സ്കൂൾ പോകണമെങ്കിൽ ഇവിടുത്തെ ഈ താമസിക്കുന്ന വീട്ടിലെ കുട്ടികൾക്ക് സ്കൂൾ പോകുമല്ലോ. അപ്പൊ പരിസരത്തുണ്ട് തന്നെ അർത്ഥം. അപ്പൊ അങ്ങനെയുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാ സൗകര്യവും ഉണ്ട്. അടിച്ചാപ്പൊളി വീടുമാണ്. 1400 സ്ക്വയർ ഫീറ്റ് 8 സെന്റ് സ്ഥലം എന്നാ പറഞ്ഞത്. പക്ഷെ എന്റെ കാഴ്ചപ്പാടിൽ 8-9 സ്ഥലമുണ്ട്. കിണറുണ്ട്, പൈപ്പ് ലൈൻ ഉണ്ട്, വെള്ള സൗകര്യം. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബികൾ, ഇത് ധൈര്യമായിട്ട് വാങ്ങാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 40 ഇല്ല, 39 ഇല്ല, 38 ഇല്ല, 37 ഉള്ളൂ ഇതിന്റെ വില കേട്ടെ. അപ്പൊ നല്ല വീട്. എങ്ങനെ വീട് കയറ്റണങ്ങ വേണം ആ കാശ്. ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ പൈസ വീട് കയറ്റണങ്ങ വേണം. സ്ഥലം ഫ്രീ ആയി. അപ്പൊ ഇൻഷാ അല്ലാ, അപ്പൊ കോയമ്പത്തൂരിൽ നിന്ന് വരുന്നവർക്ക് ഇവിടെ താമസിക്കാം, പൊള്ളാച്ചിയിൽ നിന്ന് വന്നിട്ട് ഇവിടെ താമസിക്കാം. കാരണം അവർക്കൊക്കെ നമ്മുടെ തമിഴ്നാട്ടിൽ നിറയെ പേര് പാത്തിരിക്കണം. നമ്മ വീട് ഹൈവേയിൽ இருக்கா, அங்க இருக்கா, இங்க இருக்கான்னு கேட்டுட்டு நிறைய பேர் கேட்டிருக்கு. அப்ப அது ஹைவே பக்கம். கோயம்புத்தூர் வரனாலும் பொள்ளாச்சின்னு வரனாலும் எங்கன்னு வரனாலும் ஹைவே பக்கம். ஆலத்தூர் முடிஞ்சு வடக்கஞ்சேரி ஹைவே. வடக்கஞ்சேரி ஹைவே முடிஞ்சு அங்கிருந்து 4 கிலோமீட்டர் 5 கிலோமீட்டருக்குள்ளதான் இந்த வீடு. அப்ப எல்லாமே உங்களுக்கு புரிஞ்சிருக்கும். பாய் லோக் பெல்லோ தேக்லோ அச்சா கர் நம்பர் 1 கர்.
അപ്പൊ ഇതിന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു 37.5 മനസ്സിലായില്ലേ? 40 लाख नहीं है, 29 लाख नहीं है, कितना है बोलो? 37.5. അപ്പൊ 37.5 ലക്ഷം രൂപ ഈ വീടിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമാക്കാം. 37,50,000. ഓക്കെ, അപ്പൊ ഇൻഷാല്ല എന്റെ ചാനൽ കാണുന്ന ഹബീബിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ള ഗ്രൂപ്പുകളിൽ എത്തിക്കണം. ഇതുപോലുള്ള വീഡിയോസ് മലപ്പുറം ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലും പാലക്കാട് ജില്ലയിലും നമുക്ക് ഒരുപാട് കാണാൻ നമ്മുടെ പ്രോപ്പർട്ടികളുണ്ട്. അപ്പൊ ഇതുപോലെ എന്തെങ്കിലും നിങ്ങൾ ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് ആവശ്യിച്ചാൽ നമ്മുടെ ചാനൽ അറിയിക്കുക. അപ്പൊ ഇൻഷാല്ല ഇതുപോലെ ആരെങ്കിലും വീഡിയോസ് ഇടണമെങ്കിൽ നമ്മുടെ ഓഫീസ് നമ്പറോ എന്റെ നമ്പറായിട്ട് ബന്ധപ്പെടുക. എവിടെയാണെങ്കിലും നമ്മൾ വന്ന് വീഡിയോസ് ചെയ്യും. കേരളത്തിൽ എവിടെ വേണമെങ്കിലും വീഡിയോസ് ചെയ്യും. പക്ഷെ ദൂരപരിധിക്കനുസരിച്ച് സർവീസ് ചാർജ് ഈടാക്കുന്നതാണ്. ഇൻഷാല്ല അടുത്തൊരു വീഡിയോ കൂടുതൽ പറഞ്ഞ് ഓർമ്മിപ്പിക്കുന്നില്ല. അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും കുല്ലുക്കും മഹസ്സലാമ.